കൊച്ചിയിൽ ലഹരി മരുന്നുമായി യുവാവ് പിടിയിൽ. തമ്മനം സ്വദേശി മുഹമ്മദ് ഫയാസിനെയാണ് എക്സൈസ് അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്ന് MDMA-യും ഹാഷിഷ് ഓയിലും കഞ്ചാവും എക്സൈസ് പിടിച്ചെടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ഡാനി, വീണ്ടും ഈ ലഹരിക്കടത്ത് വളരെ സജീവമാവുകയാണ്, പ്രത്യേകിച്ചും കൊച്ചി നഗരത്ത്. കൊച്ചി ലഹരിയുടെ ഹബ്ബാണ് എന്ന രീതിയിലുള്ള കുറേ വാർത്തകളൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുള്ളതാണ്. ഇത് എക്സൈസിന് എങ്ങനെയാണ് ഈ മുഹമ്മദ് ഫയാസിനെ കുറിച്ച് വിവരങ്ങൾ ലഭിച്ചത്? ഇയാൾ എവിടെ നിന്നാണ് ഈ ലഹരി എത്തിച്ചതെന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ടോമെ, പതിവ് പരിശോധനയ്ക്കിടയിൽ കിട്ടിയ രഹസ്യ വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ തമ്മനം സ്വദേശിയായ ഫയാസിലേക്ക് എക്സൈസിൻ്റെ അന്വേഷണം എത്തിയത്. ഇന്നലെ രാത്രിയാണ് ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ പരിശോധനകളടക്കം നടത്തുന്നത്. ഇയാളിൽ നിന്ന് MDMA-യും അതോടൊപ്പം തന്നെ ഹാഷിഷ് ഓയിലും കഞ്ചാവും പിടിച്ചെടുത്തിട്ടുണ്ട്. അത് ഈ 3 ലഹരി വസ്തുക്കളും പിടികൂടുമ്പോൾ തന്നെ അതിൽ നിന്ന് വ്യക്തമായി അനുമാനിക്കാം ഇതിൽ കൃത്യമായ ഒരു വിൽപ്പനക്കാരൻ തന്നെയായിരുന്നു ഇയാളെന്നത് മനസ്സിലാക്കാം. കാരണം ഇത് എല്ലാ ലഹരികളുടെയും നിശ്ചിത അളവ് പ്രകാരം ഇയാളിൽ നിന്ന് കണ്ടെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആവശ്യക്കാർക്ക് മരുന്നുകൾ എത്തിക്കുക, ഇത്തരം ലഹരി വസ്തുക്കൾ എത്തിക്കുക എന്നത് തന്നെയായിരുന്നു, ആ ശൃംഖലയിൽപ്പെട്ട ആളുകൾ തന്നെയാണ് അയാൾ എന്ന് തന്നെയാണ് എക്സൈസും അതോടൊപ്പം തന്നെ പോലീസും എല്ലാം തന്നെ അനുമാനിക്കുകയും ചെയ്യുന്നത്. കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. ഇയാളെ നിലവിൽ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. നഗരത്തിൽ അടുത്തിടെയായിട്ട് വലിയ രീതിയിലുള്ള പരിശോധനകൾ പോലീസ് നടത്തി വരികയാണ്. പ്രത്യേകിച്ച് ഈ പാർട്ടികളടക്കം സംഘടിപ്പിക്കുന്ന നിശാ പാർട്ടികളടക്കം സംഘടിപ്പിക്കുന്നവരെ കേന്ദ്രീകരിച്ചെല്ലാം അന്വേഷണം നടക്കുന്നുണ്ട്. അത്തരം സംഘങ്ങളുടെ ഒരു ഭാഗമാണ് ഇയാളുമെന്ന് തന്നെയാണ് എക്സൈസ് കരുതുന്നത്. പ്രാഥമികമായ ഒരു വിലയിരുത്തൽ അതാണ്. കാരണം എല്ലാ ലഹരികളുടെ ഒരു നിശ്ചിത അളവ് പ്രകാരം തന്നെ ഇയാളിൽ നിന്നെല്ലാം തന്നെ കണ്ടെടുത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത് എക്സൈസ് സ്ഥിരീകരിക്കുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലഹരി വസ്തുക്കൾ മാത്രം കൈവശം വയ്ക്കുന്ന ആളുകളുടെ കേസുകൾ വരാറുണ്ട്. പക്ഷേ അത് കൂടുതലും ഈ വിൽപ്പനക്കാരായിരിക്കില്ല, പലപ്പോഴും ഉപയോഗിക്കുന്നവർ അങ്ങനെയൊക്കെല്ലാം ആണെന്നാണ് എക്സൈസ് പറയുന്നത്. അതുകൊണ്ട് ഈ കൂടുതൽ ഇത്തരം വിവിധ ലഹരി വസ്തുക്കളടക്കം കയ്യിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇടപാടുകാരിൽ പ്രധാനിയാണ് എന്ന് തന്നെയാണ് എക്സൈസ് കരുതുന്നത്. കൂടുതൽ അന്വേഷണം ഇയാൾ സംബന്ധിയും ഇയാൾക്ക് ഇതാര് നൽകിയെന്നതുമെല്ലാം സംബന്ധിച്ച കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടതുണ്ട് എന്ന് എക്സൈസ് വ്യക്തമാക്കുന്നു. അടുത്തിടെ പോലീസും നഗരത്തിൽ ചില നിർദ്ദേശങ്ങളുമെല്ലാം തന്നെ നൽകിയിരുന്നു. അത് ഈ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന DJ പാർട്ടികൾക്കാണ് സമയക്രമം അടക്കം അതിനെ നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഈ ലഹരിയുടെ ഉപയോഗം എല്ലായിടത്തും തന്നെ ഉണ്ടാകുന്നു. ഇത്തരം പാർട്ടികൾ കേന്ദ്രീകരിച്ചും എല്ലാം തന്നെ ലഹരി ഉപയോഗം നഗരത്തിൽ പലയിടങ്ങളിലും തന്നെ ഉണ്ടാകുന്നു എന്ന പരിശോധനകളുടെ കൂടി അടിസ്ഥാനത്തിലാണ്, കേവലം നിഗമനങ്ങളല്ല, പരിശോധിക്കുകയും ഇത്തരം കാര്യങ്ങൾ വ്യക്തമാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇത്തരം ഒരു സമയക്രമം നിശ്ചയിക്കുകയും ചെയ്തത്. എന്നിട്ടും തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ചില ഹോട്ടലുകൾ അത് ലംഘിച്ചതായും കണ്ടെത്തിയിരുന്നു. ഏതായാലും ഈ പരിശോധന അതാണ് കാരണം കഴിഞ്ഞ ദിവസം ഈ കെവിൻ എന്ന ഒരു ലഹരി കടത്തുകാരൻ നിന്നും കോടികൾ വിലമതിക്കുന്ന ലഹരിയായിരുന്നു പിടിച്ചെടുത്തത്. അതായത് കൊച്ചി നഗരത്തിൽ വീണ്ടും ലഹരി പാർട്ടികൾ സജീവമാകുന്നു എന്നതിൻ്റെ ചില സൂചനകളാണ് അന്ന് പുറത്തു വന്നത്. ഡോക്ടർമാരും IT ജീവനക്കാരും ഉൾപ്പെടെയുള്ളവരായിരുന്നു ലഹരി പാർട്ടിയിൽ പങ്കെടുത്തത്, അതായത് ഈ കെവിൻ്റെ ഡീലർമാരായിട്ടുണ്ടായിരുന്നത്. വീണ്ടും ഈ ലഹരി പാർട്ടികൾ പലയിടങ്ങളിലും പല ഹോട്ടലുകളും റിസോർട്ടുകളും കേന്ദ്രീകരിച്ച് സജീവമാകുന്നു എന്ന സൂചനയുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിൻ്റെയും എക്സൈസിൻ്റെയും പരിശോധന കൂടുതൽ ശക്തമാകാനുള്ള സാധ്യതയുണ്ടോ? പോലീസ് പരിശോധനകൾ നടത്തുന്നുണ്ട്. കാരണം ഇതിലെ പോലീസ് പറയുന്നൊരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ സിനിമാ താരങ്ങളടക്കം അല്ലെങ്കിൽ സിനിമാ മേഖലയുമായി ഏതെങ്കിലും രീതിയിലുള്ളൊരു ബന്ധം വരുന്ന ആരെങ്കിലും പിടിയിലാകുമ്പോൾ മാത്രമാണ് ഈ കേസിനൊരു പ്രാധാന്യം വരികയോ അല്ലെങ്കിൽ മാധ്യമങ്ങളടക്കമുള്ളവർ ശ്രദ്ധിക്കുകയും ചെയ്യുന്നത്. തങ്ങളുടെ പണി ചെയ്യുന്നുണ്ട് സ്ഥിരമായി എന്ന് തന്നെയാണ് എക്സൈസും പോലീസും എല്ലാം തന്നെ പറയുന്നത്. അതുകൊണ്ട് പരിശോധനകളെല്ലാം വളരെ കൃത്യമായിട്ട് നടക്കുന്നു എന്നതാണ് പോലീസ് പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നത്. ഇതുപോലുള്ള ഈ പാർട്ടികൾ പലയിടങ്ങളിലും കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. അതിന് വലിയൊരളവ് വരെ തടയിടാനായിട്ട് പോലീസിൻ്റെ ഈ പരിശോധനകൾ കൊണ്ട് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഇത്തരം പരിശോധനകളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം നിബന്ധനകളും നിർദ്ദേശങ്ങളുമെല്ലാം ഈ സമയക്രമം സംബന്ധിച്ച് നൽകിയിട്ടുള്ളത്. പോലീസിൻ്റെ ഒരു കർശനമായ നിരീക്ഷണം, പ്രത്യേകിച്ച് ഈ ഷാഡോ പോലീസ് സംവിധാനങ്ങളുടെ എല്ലാം തന്നെ ഡാൻസ് ഓഫിൻ്റെ എല്ലാം തന്നെ ഒരു നിരീക്ഷണം പലയിടങ്ങളിലുമുണ്ട്. പ്രത്യേകിച്ച് ആരെല്ലാം വന്നു പോകുന്നു എന്നത് അടക്കമുള്ള കാര്യങ്ങളിലുണ്ട്. അങ്ങനെ ഒരു
പരിശോധനകൾ കർശനമാക്കിയപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു ഇളവ് ഒരു വലിയ പരിധി വരെ ഇതിനെല്ലാം തന്നെ ഒരു കുറവ് വന്നിരുന്നു. പക്ഷേ ഇതിന് ശേഷം ഇപ്പോൾ വീണ്ടും ഇത് സജീവമാകുന്നു എന്നതാണ്. കാരണം ഈ പരിശോധനകൾ എവിടെയെങ്കിലും ഒന്ന് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ വീണ്ടും ഇത്തരം പരിപാടികളൊക്കെ പാർട്ടികളിലേക്ക് എല്ലാം തന്നെ പോകും. പോലീസ് മറ്റൊന്നും കൂടി ചൂണ്ടിക്കാണിക്കുന്നു. കാരണം ഈ നഗരം കേന്ദ്രീകരണത്തിന് പുറത്ത് ഇതിൻ്റെ ഒരു ഔട്ടർ സൈഡിലെ പിന്നെയും ഇത്തരം പാർട്ടികളും അതോടൊപ്പം തന്നെ ഈ ലഹരി മരുന്ന് വിപണനവും എല്ലാം തന്നെ നടക്കുന്നു എന്ന് തന്നെയാണ് പോലീസ് ചൂണ്ടിക്കാട്ടുന്നത്. കാരണം ഈ അടുത്തിടെ നെടുമ്പാശ്ശേരി കേന്ദ്രീകരിച്ച് അത്രയൊന്നും വലിയ ആഡംബര സൗകര്യങ്ങളൊന്നുമില്ലാത്ത ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ രീതിയിലുള്ള വിപണനവും കാര്യങ്ങളും എല്ലാം നടക്കുന്നു എന്നാണ്. അപ്പോൾ നഗരം കൂടുതൽ ഒരു കർശന നിരീക്ഷണത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു ഔട്ടർ സൈഡിലേക്ക് എല്ലാം തന്നെ പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ വലിയ ശ്രമങ്ങൾ തന്നെയാണ് ഇതിനെ പ്രതിരോധിക്കാനായിട്ട് വേണ്ടി വരുന്നത് എന്ന് തന്നെയാണ് ഈ പോലീസും എക്സൈസും എല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. എന്നാലും പരിശോധനകൾ തുടരുകയാണ്. അപ്പോൾ ഇയാളെ കേന്ദ്രീകരിച്ചും അറസ്റ്റിലായ തമ്മനം സ്വദേശിയെ കേന്ദ്രീകരിച്ചും തന്നെ പരിശോധനകളിലേക്ക് പോകുന്നുണ്ട്. ഇയാളും വലിയൊരു റാക്കറ്റിൻ്റെ ഭാഗം തന്നെയാണ് എന്ന് തന്നെയാണ് എക്സൈസ് കരുതുന്നത്. ടോം. യെസ്, വ്യക്തമാണ്. തമ്മനം സ്വദേശിയായിട്ടുള്ള യുവാവ് ഈ ലഹരി മാഫിയയുടെ ആ ഒരു റാക്കറ്റിൻ്റെ ഭാഗമാണ് എന്ന് തന്നെയാണ് എക്സൈസിന്റെ സംശയം. ഇയാളുടെ കൂട്ടാളികൾക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.